ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമ്മുടെ അലക്കും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളെ തോട് കണ്ടില്ലേ, അലക്കും കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഒരു വഴിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ സർപ്രൈസാണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഞങ്ങൾ 5 പേരാണ് പോണത്. പിന്നെ ഫ്രണ്ടിൻ്റെ കാറിലാണ് പോണത്. അപ്പോൾ എല്ലാവരും വരി. അപ്പോൾ നേരെ വെളുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി കുളിയും അലക്കും വീട്ടിലുള്ള ജോലിയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്നാലും രാത്രിയാവും എത്താൻ. അപ്പോൾ ഇപ്പം തന്നെ പോകണം. അപ്പോൾ ഇനി ഡ്രസ്സ് മാറി പോയാൽ മതി. അപ്പോൾ എല്ലാവരും വരി, നമുക്ക് പിന്നെ ഒരു സ്ഥലം വരെ പോവാം. നിങ്ങൾ എന്തായാലും വരണം, നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ എല്ലാവരും വരി. അപ്പോൾ ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് കേട്ടോ. 4 മണിക്ക് എണീറ്റ് തലേ ദിവസമാണെങ്കിൽ ഞാൻ വെണ്ണീരൊന്നും വാരി വെച്ചിരുന്നില്ല. രാവിലെ എണീറ്റാണ് കേട്ടോ വെണ്ണീര് വാരി വെച്ചത്. അപ്പോൾ കുഞ്ഞാണിയാക്കാക്ക് ചോറും കറിയും പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണമല്ലോ പോവാൻ. അതിന് വേണ്ടിയിട്ട് രാവിലെ നീച്ച് പണി ചെയ്ത കുറച്ച് വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ കാണിക്കണത്. എന്നിട്ടാണ് ഞാൻ പോണത്. പിന്നെ എന്താ പറയുക, രാവിലെ വെണ്ണീറൊക്കെ വാരി ആദ്യം കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. കറി ഉണ്ടാക്കിയിട്ട് ആണ് പിന്നെ ചോറ് വെച്ചതും പിന്നെ ചായയും കടി ഉണ്ടാക്കിയതൊക്കെ കേട്ടോ. കറി ഉണ്ടാക്കി വെച്ചാൽ അതാണ് എനിക്ക് വലിയൊരു പണി എന്ന് പറയുന്നത്. അപ്പോൾ വൈകുന്നേരത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവാൻ. രാത്രി വൈകിയാണ് വരിക. അപ്പോൾ പിന്നെ വന്നിട്ട് ഉണ്ടാക്കലൊന്നും നടക്കില്ല. പിന്നെ വൈകുന്നേരത്തിനും എന്താ പറയുക, വൈകുന്നേരത്തിനും ഉച്ചയാകുമ്പോൾ കുഞ്ഞാണിയൊക്കെ കഴിക്കാനുള്ള ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ അതാ ഞാൻ ചട്ടിയിൽ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കഴുകി പിന്നെ രണ്ടാമത് വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി വേഗം വെച്ച്. പിന്നെ ഇന്ന് ചായക്കടിക്ക് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ പുട്ട് പൊടി കുഴച്ചപ്പോൾ കൂടിപ്പോയി. പുട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കഷ്ണം എനിക്ക് കഴിക്കണം, 2 കഷ്ണം കുഞ്ഞാണിയൊക്കെ കഴിക്കും. അപ്പോഴും ഒരു കഷ്ണം അവിടെ വേസ്റ്റ് ആവും. അപ്പോൾ അത് എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റി. ഞാനങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കാറില്ല. ഇനി ഒരു കഷ്ണം ബാക്കിയായാൽ പിന്നെ അത് ആരും കഴിക്കൂല, അങ്ങനെയാണ്. അപ്പോൾ ഇതിക്ക് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4 മണിക്ക് എണീറ്റ് സകലമാന പണിയും കഴിഞ്ഞ് പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോന്നു. അപ്പോൾ അത് വീട്ടിൽ നിന്ന് പോന്നു. കോമാച്ചി പാർക്കൊക്കെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ലൊരു അടിപൊളി പാർക്കൊക്കെയാണ് കേട്ടോ പോണത്. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കിഡ്സായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു പാർക്കൊക്കെയാണ് നമ്മൾ പോണത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ടൊരു തട്ടുകട ഉണ്ട്, ചായക്കട. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ചൂടുള്ള ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ അതാ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പിന്നെ ചായയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് പോന്നപ്പോൾ ഒരു മാവ് കണ്ടു. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിറച്ചും പഴുത്ത് കിടക്കുന്നുണ്ട് മാമ്പഴ. അതൊക്കെ പെറുക്കി നല്ലതൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിന്നെ ഒരുപാട് താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴുകി കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ കൈയൊക്കെ കഴുകി പിന്നെ ഞങ്ങൾ പാർക്കിലേക്ക് പോരുകയാണ്. പിന്നെ അവിടെ വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഒരുപാട് എൻജോയ് ചെയ്യാൻ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ. അവിടെ കുറഞ്ഞ ബഡ്ജറ്റിൽ ആണ് ഈ പിന്നെ ആ പാർക്കിൽ. കുറഞ്ഞ ബഡ്ജറ്റ് മതി, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിൽ എത്തി. പാർക്കിൻ്റെ കോൺടാക്റ്റ് നമ്പറാണ് കേട്ടത്. അപ്പോൾ ഇവിടെ നൈറ്റ് സ്റ്റേ ചെയ്യാനും മൈക്ക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് പാട്ട് പാടാനും എന്തിനും എല്ലാം ഉണ്ട്. പിന്നെ കിളികളുണ്ട്. കിളികൾ നമ്മളെ കയ്യിലേക്ക് തീറ്റ കൊടുത്താൽ വരും. അതുപോലെ ഇവിടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അവിടെ നൈറ്റ് സ്റ്റേ ചെയ്യാൻ അവർക്ക് എന്താ പറയുക, 125 വർഷം മുന്നേ പഴക്കമുള്ള ക്യാമറകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ 30ഓളം ബെഡ് ഒരുക്കിയിട്ടുണ്ട് രാത്രി നൈറ്റിൽ കിടക്കാൻ വേണ്ടിയിട്ട്. സ്കൂളിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ കുട്ടികൾക്ക് നിൽക്കാനും പഠിക്കാനും. പിന്നെ ഇതാ ഇവിടുന്ന് നല്ല വ്യൂ ആണ്, പുറത്തേക്ക് നോക്കിയാൽ നല്ല കാറ്റാണ്. അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, ഇതാണ് ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ളത്. 125 വർഷം പഴക്കമുള്ള ക്യാമറയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ക്യാമറകളുണ്ട്, കുട്ടികൾക്ക് പഠിക്കാൻ കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമുക്കായാലും എല്ലാം കാണാനും അറിയാനും ഒക്കെ പരിചയപ്പെടാനും ഒക്കെ പറ്റി എന്താ പറയുക, ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് പോയിക്കൊണ്ടു. നമ്മളൊക്കെ ഒരു ചിലവ് കുറഞ്ഞൊരു ടൂറ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്കിവിടെ വന്ന് അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് പോവാം. ഇവിടെ തന്നെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു തണുത്ത കാറ്റാണ്, എപ്പോഴും ഒരു കാറ്റാണ്. പിന്നെ രാവിലെ മഴ പെയ്യുമ്പോഴൊക്കെ ഇവിടെ നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും ഈ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചിട്ട് എല്ലാവരും പോകുന്നോളൂ, ബുക്ക് ചെയ്തോളൂ. അടിപൊളി വ്യൂ ആണ് ഇവിടെ. കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഇതാണ് അങ്ങോട്ട് കയറി പോകാനുള്ള എൻട്രി എന്ന് പറയുന്നത്. കോമാച്ചി പാർക്ക് എന്ന് എഴുതിയിട്ടുള്ള
എൻട്രി ഇവിടെയാണ്, ഇവിടെ നിന്നാണ് അങ്ങോട്ട് മേലേക്ക് പോണത്. അപ്പോൾ അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഇതൊന്ന് ഷെയർ ചെയ്യണം. മക്കളെയും കൊണ്ട് ഫാമിലിനെ കൊണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് നിങ്ങൾ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ വരണം. നല്ല അടിപൊളി ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നല്ല ഫോട്ടോഗ്രാഫർമാരുണ്ട്. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവർ എടുത്ത് തരും. അതിന് പറ്റുന്ന വ്യൂ പോയിൻറ്റുകളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് മറക്കരുത്, വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇത് വയനാട് മാനന്തവാടി കോമാച്ചി പാർക്കാണ് കേട്ടോ. ഇത് വയനാട്ടിലാണ് ഈ പാർക്കുള്ളത്, മാനന്തവാടി കോമാച്ചി പാർക്ക്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.